ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമൻ കൃഷ്ണനോട് തന്റെ വിഷമത്തിന്റെ കാരണം എന്താണെന്ന് തുറന്നു പറയുകയാണ്. എന്റെ ജീവിതം തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ പ്രശ്നം. എന്തോ ജീവിതത്തിനോട് മടുപ്പ് തോന്നുന്ന പോലെ. ഇത്രയും കേൾക്കുന്നതും കൃഷ് ബലരാമനെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്, ആകെ ടെൻഷനായിട്ട്. അപ്പോൾ ബലരാമൻ പറയും, ഞാൻ ചില എന്റെ ഫീലിങ്സ് പറഞ്ഞതാ, അല്ലാതെ ഉടനെ മരിച്ചു കളയുമെന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. അപ്പൊ കൃഷി പറയുന്നുണ്ട്, മരിക്കുന്നത് പോയിട്ട് ഏട്ടനൊന്ന് വിഷമിക്കുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടന്റെ പഴയ പശ്ചാത്തലമൊക്കെ ഞങ്ങൾക്കറിയാം. അന്ന് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ അന്നത്തെ കാര്യം വെച്ച് ആൾക്കാരെ അളക്കാനാണെങ്കിൽ എന്റെ ചരിത്രം അറിയാലോ. ഞാനും ഒരു ചെറിയ പ്രശ്നക്കാരനായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കഥയൊക്കെ അതിന്റെ വഴിക്ക് വിട്ടേക്ക്. പിന്നെ ഏട്ടൻ കൂടെയുള്ളപ്പോൾ എനിക്ക് എന്തുമാത്രം ആത്മബലവും ആത്മവിശ്വാസവും ശക്തിയൊക്കെയാണ് ഉള്ളതെന്ന് അറിയൂ. അതുകൊണ്ട് ഏട്ടൻ ഈ രീതിയിലൊന്നും സംസാരിക്കരുത്, എനിക്കത് താങ്ങാൻ കഴിയില്ല. ബെല്ലാമൻ പറയുന്നുണ്ട്, എടാ നിന്റെ സ്നേഹമൊക്കെ എനിക്കറിയാം, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് പോകണം, കാരണം എന്റെ പുറകെ വേറൊരു അപകടം നിഴൽ പോലെ നടക്കുകയാണ്. അതെന്നെ മാത്രമല്ല, നിങ്ങളെയും ഭാഗ്യശ്രീയും ഒക്കെ ബാധിക്കും. ഞാൻ ഇവിടുന്ന് പോയാൽ ചിലപ്പോൾ അത് ഒഴിഞ്ഞു പോയേക്കാം. ഉടനെ കൃഷി ചോദിക്കുകയാണ്, ഏട്ടനെ അപകടത്തിലാക്കാൻ ആരാണ് പുറകെ വരുന്നതെന്ന്. എന്നാൽ അതൊന്നും നീ അറിയണ്ടെന്നും. പക്ഷെ ഒരു കാര്യം, ഞാനിവിടെ ഇല്ലെങ്കിലും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അച്ഛനെയും അമ്മയും സംരക്ഷിച്ചോളണം, അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. എന്നാൽ കൃഷി ഇമോഷണൽ ആയിക്കൊണ്ട് പറയുന്നുണ്ട്, ഇല്ല, അച്ഛനെയും അമ്മയും സംരക്ഷിക്കേണ്ടത് മക്കളെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. ചുമതല ഒരാളെ മാത്രം ഏൽപ്പിച്ചിട്ട് അങ്ങനെ അങ്ങ് ഒളിച്ചോടാൻ പറ്റില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. ഏട്ടനും കൂടെ ഉണ്ടാവണം. ഏട്ടനെ ഞാൻ എങ്ങോട്ടും വിടില്ല. ഞാൻ ഇപ്പൊ തന്നെ കൃപയെ വിളിക്കും, ബാക്കി അവള് നോക്കിക്കോളും. അതേസമയം ബലരാമനും ആകെ ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. കൃഷ്ണനോട് പറയുകയാണ്, സ്നേഹം കൊണ്ട് നീ എന്നെ അങ്ങ് കീഴ്പ്പെടുത്തുകയാണല്ലോ. ഇപ്പൊ ഏതാണ്ട് എന്റെ മനസ്സിലെ ഭാരമൊക്കെ ഒഴിഞ്ഞുപോയി. രക്തബന്ധം എന്ന് പറയുന്നത് വലിയൊരു ബന്ധം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. കൃഷ് അപ്പോഴും ചോദിക്കുന്നത് ബലരാമനെ ആരാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്നാണ്. എന്നാൽ ബലരാമൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളല്ല. മാത്രമല്ല, അതൊന്നും നീ അറിഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്നെക്കുറിച്ച് അച്ഛന്റെ അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ബലരാമൻ ചോദിക്കുമ്പോൾ, എന്നെക്കുറിച്ചും കൃപയെക്കുറിച്ചുമുള്ള അഭിപ്രായം തന്നെയാണ് അമ്മയ്ക്കും അച്ഛനും ഏട്ടനെ പറ്റിയും. അതും കൂടെ അറിയുമ്പോഴത്തേക്കും ബലരാമന് സന്തോഷമാവുകയാണ്. പിന്നീട് ചടങ്ങിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞുവെന്ന് ചോദിക്കുന്നുണ്ട്. കൃഷ് പറയുന്നത് അതൊക്കെ കൃപയാണ് നോക്കുന്നത്. കൃപയും ഏട്ടനും കൂടിയിട്ടാണ് നാളത്തെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നതെന്നാണ് അവള് പറഞ്ഞത്. അതുകൊണ്ട് ഏട്ടൻ നേരത്തെ വരണം, ഭാഗ്യശ്രീയും കൊണ്ടുവരണം. കൺമണിക്ക് ഏട്ടനെ വലിയ കാര്യമാണെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പൊ ബലരാമനും പറയും കൺമണിയെ പറ്റി, കൺമണി നല്ല കുട്ടിയാണ്, ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടും നീ അവളെയും കൈവിട്ടില്ല, അവള് നിന്നെയും കൈവിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ചേരേണ്ടവർ. പിന്നെ ഞാൻ നാളെ തന്നെ വരും, പക്ഷെ രാത്രി തന്നെ ഞാൻ തിരിച്ചു പോകും. അത് കേൾക്കുന്നതും കൃഷ്ണന് സങ്കടമാവുന്നുണ്ട്. അപ്പൊ ബലരാമൻ വീണ്ടും പറയും, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ മനസ്സിലെ ഭാരമൊക്കെ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഇതൊരു ഒളിച്ചോട്ടമല്ല, ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഉടനെ തിരിച്ചു വരും, കാരണം എന്റെ അനിയനല്ലേ ഇവിടെ ഉള്ളത്. അത് കേൾക്കുമ്പോൾ കൃഷ്ണനും ആശ്വാസവും സന്തോഷവും ഒക്കെ തോന്നുകയാണ്. പിന്നീട് ഓഫീസിലേക്ക് എത്തുന്ന സമയത്ത് സുലോചനയും കൺമണിയും പരസ്പരം കാണുന്നുണ്ട്. കൺമണിയെ കണ്ടിട്ട് നീ എന്താ വൈകിയാൻ ചോദിക്കുമ്പോ, ഞാൻ വരുന്ന വഴിക്ക് കൃഷ് സാറിനെ ഒന്ന് കണ്ടു, അപ്പൊ സംസാരിച്ചിരുന്നു, പിന്നെ ദക്ഷയെ കാണാനും പോയി. അല്ല, അമ്മായി എന്താ താമസിച്ചത്? ഞാൻ വരുന്ന വഴിക്ക് ഒരു കക്ഷിയുമായിട്ട് ഒരു ബിസിനസ് പാക്കേജ് സംസാരിക്കുകയായിരുന്നു. ഒരു കല്യാണത്തിന്റെ ഇടനില നിന്ന നല്ല കാശ് തരാമെന്ന് അവൻ പറഞ്ഞു. ഞാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ഇത് കേൾക്കുന്ന കൺമണിയാകട്ടെ, പെണ്ണിന് വേണ്ടിയോ അതോ പയ്യന് വേണ്ടിയോ ചോദിക്കുമ്പോ പെണ്ണിന് വേണ്ടി. അത് കേട്ട് പിന്നെന്താ അമ്മായി വിട്ടുകളഞ്ഞത്? അല്ല, പെണ്ണാരാ പയ്യനാരാ എന്നൊക്കെ കൺമണി ചോദിക്കുന്നതും, പെണ്ണ് നീ തന്നെയാണെന്നും പയ്യനെ ആ വരുൺ എത്ര തല്ലുകൊണ്ടാലും അവൻ പഠിക്കില്ലെന്നേ, ഞാനെന്തായാലും നല്ലത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അമ്മായി അറിയിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് കൺമണിയും വരുണിനോടുള്ള അടങ്ങാത്ത ദേഷ്യത്തിൽ നിൽക്കുകയാണ്. കൺമണിയോട് സൂക്ഷിക്കണമെന്നും പറയുന്നുണ്ട് അമ്മായി. ഒരു പണി കിടന്ന് കറങ്ങുന്നുണ്ടോന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയുന്ന സമയത്താണ് കൺമണിയെന്ന് വിളിച്ചുകൊണ്ട് മാനസ വരുന്നത് അവരുടെ മുന്നിലേക്ക്. മാനസ സ്നേഹമൊക്കെ നടിച്ച് കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നല്ല രണ്ട് വാക്കുകൾ പറയാനാണ് ഞാൻ വന്നതെന്നും ഞായറാഴ്ച കൺമണിയെ അനുമോദിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നല്ലോ കൺമണി, പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുമുണ്ട്. അത്രയും മാനസ പറഞ്ഞപ്പോഴേക്കും പാല് തന്ന കൈക്ക് എന്നെ കൊത്തിയല്ലോ എന്ന് മാനസ ഉദ്ദേശിച്ച് പറയുന്നുണ്ട് സുലോചനമ്മായി. എന്തായാലും കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം അർപ്പിക്കാനുള്ള വിദ്യ ഞങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലായില്ലേന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, സത്യമായിട്ടും ഞാൻ നിരപരാധിയാണെന്നും. തുടർന്ന് കൺമണി മാനസയോട് പറയുന്നുണ്ട്, മാനസ, ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. പണ്ട് ഞാൻ മാനസയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ മാനസ തിരിച്ചു കാണിച്ചതൊന്നും എനിക്ക് സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നതായിരുന്നില്ല. എനിക്കിനി മാനസയോട് സംസാരിക്കാനും താല്പര്യമില്ല. അപ്പോൾ ഉടനെ മാനസ തിരിച്ചു പറയാണ്, എനിക്ക് കൺമണിയുടെ മാനസികാവസ്ഥ മനസ്സിലാകും. കൺമണി ഇനി വിഷമിപ്പിക്കണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അവകാശപ്പെട്ടത് കൺമണി കൈക്കലാക്കിയെങ്കിലും. ഇതങ്ങോട്ട് കേൾക്കുന്നത് അമ്മായിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇടയ്ക്ക് കയറി ചോദിക്കുന്നുണ്ട്, നിനക്ക് അവകാശപ്പെട്ട എന്താടി കൺമണി സ്വന്തമാക്കിയത്? കൃഷ് സാറിനെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ കൃഷ് സാറ് നിന്റെ ഔദാര്യമൊന്നുമല്ല.
കൺമണിക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് കൃഷ് സാറ്. അതിൽ അവകാശം പറഞ്ഞിങ്ങോട്ട് വരികയും വേണ്ട. ആ നേരത്ത് വീട്ടിൽ പോകാൻ നോക്ക്, അതാ നല്ലത്. അങ്ങനെ നല്ല മറുപടി തന്നെ സുലോചനമായി കൊടുക്കുന്നുണ്ട്. മാനസയാണെങ്കിൽ ആകെ നാണം കെട്ടു പോകുന്നു. ഏതായാലും കൺമണിക്ക് എല്ലാവിധ വിവാഹാശംസകളെന്നും പറഞ്ഞ് കൺമണിക്ക് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടുന്നതും കൺമണി തിരിച്ച് മാനസയ്ക്ക് കൈ കൊടുത്തിട്ട് താങ്ക് യു പറയും. മാനസ പോയി കഴിഞ്ഞ് കൺമണിയോട് കരുതിയിരിക്കാനേ ഉപദേശിക്കുന്നുണ്ട്. നീ ഇവളുടെ വാചകമൊക്കെ കേട്ട് മയങ്ങി പോരുത് കേട്ടോ. അതേസമയം കൺമണി പറയും, എനിക്കറിയാം ഈ മാനസയുടെ സ്വഭാവം, പക്ഷെ പറയുന്നത് കേട്ടിട്ട് നാളെ ചടങ്ങിന് വരുമെന്നൊന്നും തോന്നുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് സുലോചനമായും പറയുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവളവിടെ വന്ന നമ്മൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ നീക്കണമെന്നും കൺമണിക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ നമുക്ക് എല്ലാം പ്ലാൻ ചെയ്യാമെന്നാണ് കൺമണിയുടെ മറുപടി. ഒന്ന് സുലോചനയെ അറിയിക്കുന്നുണ്ട്, കൃഷ്ണനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങിയതായിരുന്നെന്നും, പക്ഷെ മാനസ എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ സാറിന് ദേഷ്യം വന്നെന്നും പിന്നെ ഞാൻ ഒന്നും പറയാൻ പോയില്ലെന്നും ഒക്കെ. സുലോചനമായി അപ്പോൾ ആരോടും ഒന്നും പറയണ്ട, എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ നീക്കാം, ബാക്കിയൊക്കെ നമുക്ക് രാത്രി തീരുമാനിക്കാം എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനുശേഷം കൃഷ്ണ മഹിയെ കാണുമ്പോൾ മഹി കൃഷ്ണനോട് പറയാണ്, അടിയ അപ്പൊ കാത്തിരുന്ന ദിവസം ഇങ്ങനെ എത്തുക. ഇന്നത്തെ ഒരു രാത്രി കൂടെ കഴിഞ്ഞ് പിന്നെ കാത്തിരുന്ന പകലാണ്. കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഫുൾ സെറ്റ്. പിന്നെ ഞാനും കൃപയും കൂടെ എല്ലാം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. കാറ്ററിങ്, സ്റ്റേജ്, ഡെക്കറേഷൻസ് അങ്ങനെയൊക്കെ റെഡിയാ. ഇവന്റ്സ് എന്തൊക്കെയാന്ന് കൃഷി ചോദിക്കുന്നതായിട്ട് അതൊക്കെ സമയത്ത് അറിഞ്ഞാൽ മതി. പിന്നെ നിനക്കും വെച്ചിട്ടുണ്ട്. പാട്ടാണോ ഡാൻസ് ആണോ എന്നൊക്കെ കവർ തുറക്കുമ്പോഴേ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞതും കൃഷ്ണൻ അല്പം ടെൻഷൻ ആവുന്നുണ്ട്. എന്നെ നീ ചതിക്കല്ലേ, നാണം കെടുത്തല്ലേ, നീ എന്നെ ഒന്ന് ഒഴിവാക്കി തരാനൊക്കെ കെഞ്ചുമ്പോൾ മഹി കൈ ഒഴിയുകയാണ്. അതൊക്കെ കൃപയാണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞിട്ട് എനിക്കിതിൽ ഒരു പങ്കുമില്ല എന്ന്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാനസ കൃഷ്ണ എന്ന് വിളിച്ച് അങ്ങോട്ടും വരുന്നത്. മാനസയോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും ഇത്തവണ ദേഷ്യമൊന്നും പുറത്തെടുക്കാതെയാണ് കൃഷി മാനസയോട് പെരുമാറുന്നത്. എന്താ മാനസയെന്ന് ചോദിക്കുമ്പോൾ മഹി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവൻ ഫുൾ തിരക്കില, ഇവിടെ ഇങ്ങനെ ഇപ്പൊ വെറുതെ നിൽക്കുന്നതേ ഉള്ളൂ, ഭയങ്കര തിരക്കിൽ തന്നെയാ. കൃഷ്ണൻ പറയുന്നുണ്ട് അത് തന്നെ, ഞാൻ ഭയങ്കര തിരക്കിലാണെന്ന്. അപ്പോൾ മാനസ പറയും, ഞാനൊരു 2 മിനിറ്റ് സംസാരിച്ചോട്ടെ. എന്നാൽ അതും ഇത്തിരി കൂടുതലാണെന്നാണ് കൃഷിന്റെ മറുപടി. മാക്സിമം ഒരു 10 സെക്കൻഡെങ്കിലും ഒന്ന് മാനസ ചോദിക്കുമ്പോൾ മാനസയോട് കൃഷി തുറന്നു പറയുകയാണ്, മാനസ ഞാനൊരു കാര്യം പറയാം, നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നേരത്തെ കൺമണി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്റെ പേര് പറഞ്ഞു. നിന്റെ പേര് കേട്ടപ്പോഴേ ഹാപ്പി ആയിരുന്നു ഞാൻ, അപ്പോഴേ ഡെസ്പായി. എനിക്കിനി നെഗറ്റീവ് അടിക്കാൻ വയ്യ. അപ്പൊ മാനസയും കൂളായിക്കൊണ്ട് തന്നെ ഏത് കാര്യവും കൃഷി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നതാ കൃഷിനോട് എനിക്ക് ബഹുമാനം തോന്നാൻ കാരണം. ഇത് കേട്ടിട്ട് മൈക്ക് ചിരിയടക്കാൻ പറ്റുന്നില്ല. കൃഷ്ണനോട് പറയാണ്, ഇവള് പറയുന്നത് കേട്ടോ, നിന്നോട് ഇവൾക്ക് ഒടുക്കത്തെ ബഹുമാനമാണെന്ന്. കൃഷു അപ്പൊ ചിരിക്കുന്നുണ്ട്. വല്ല കോമഡി മത്സരത്തിന് അയച്ചാലേ 1ാം സമ്മാനം ഉറപ്പാണെന്ന് കൂടെ ഇതിനെപ്പറ്റി മഹി പറയുന്നത് കേട്ടിട്ട് മഹിയോടൊന്ന് അടങ്ങാൻ പറയുന്നുണ്ട് കേട്ടോ കൃഷ്. മാനസികക്കാര്യം സീരിയസ് ആയിട്ടാണ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് മാനസിക കളിയൊക്കെയാണ് കൃഷ്. മാനസിക ഒട്ടും സഹിക്കുന്നില്ല ഇതൊക്കെ കേട്ടിട്ട്. എങ്കിലും ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് പറയും, നിങ്ങളെല്ലാവരും എന്നെ പരിഹസിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല, കാരണം ഞാൻ കൃഷിനെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്. കൃഷിന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് അർഹതയില്ല. കൃഷി പിന്നെയും പരിഹാസത്തോടെ, ശരി മുഖത്തേക്ക് നോക്കാൻ പോലും അർഹതയില്ലെന്ന് പറഞ്ഞു. അവിടുന്ന് കഥ എങ്ങോട്ടാ? മാനസ പറയും, കൃഷി വീണ്ടും എന്നെ കളിയാക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കൃഷിനെ അത്രയേറെ ആഗ്രഹിച്ചതുകൊണ്ടാണ് കൃഷി ആട്ടി അകറ്റിയിട്ടും കൃഷിന്റെ പുറകെ വരുന്നത്. എന്തായാലും ഇനി എനിക്ക് കൃഷിനെ കിട്ടില്ല എന്ന് മനസ്സിലായി. ഞാൻ ഇപ്പൊ വന്നത് ആശംസ നേരാനാ. കൺമണി നല്ല കുട്ടിയാ. എന്തായാലും കൺമണി മാനസയുടെ അത്രയൊന്നും പോരാന്ന് മഹി പറയുമ്പോ പ്ലീസ് മഹി എന്നെ ഒന്ന് കളിയാക്കാതിരിക്കുക. പിന്നെ കൃഷ്ണൻ കൺമണി സന്തോഷമായിട്ട് ജീവിക്കും. ചെയ്തതിനൊക്കെ മാപ്പ്. ഇതൊക്കെ അഭിനയമാണെന്ന് കൃഷ്ണന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ് നല്ല മറുപടി കൊടുത്തിട്ടാണ് മാനസയെ വിടുന്നത്. ഇതുപോലെ കുറെ അഭിനയം നീ എന്നോട് പണ്ടും കാണിച്ചിട്ടുള്ളതാ. ഓരോ പ്രാവശ്യവും കരുതും നീ പറയുന്നത് മനസ്സിൽ തട്ടിയാണെന്ന്. പക്ഷേ തൊട്ടടുത്ത നിമിഷം അടുത്ത ചതി വരുമ്പോഴാണ് മനസ്സിലാക്കുക നീ എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നു എന്ന്. അതുകൊണ്ട് മാപ്പപേക്ഷ സ്വീകരിക്കലേ ഞാൻ നിർത്തി. കൺമണി നല്ല കുട്ടിയാണെന്ന് നീ പറയുന്നത് എനിക്കൊരു കുറവാ. കാരണം കൺമണിയെ നന്മ കാണാൻ നിനക്ക് ഈ ജന്മം പറ്റില്ല. കൺമണിയുടെ നന്മ കൊണ്ട് മാത്രമാണ് നീ ഇപ്പോഴും ജീവനോടെ കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് നിന്റെ നമ്പറൊക്കെ കയ്യിൽ വെച്ചാൽ മതി, അത് ഇവിടെ ചെലവാകില്ല. വേഗം സ്ഥലം വിടാൻ തന്നെ പറഞ്ഞ് ആട്ടി അകറ്റുകയാണ് മാനസയെ. മാനസ പിന്നെയും കൃഷിന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ എന്തൊക്കെയോ പറയാനൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷേ കൃഷി നല്ല ദേഷ്യത്തിൽ തന്നെ ഇവിടുന്ന് പോകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. മാനസയോടുള്ള കൃഷിന്റെ ആ പ്രതികരണം മഹിക്ക് ഏതായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ പൊളിച്ചെന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട്. നാളത്തെ ദിവസം നീ കണ്ടോ എന്നൊക്കെ കൊലവിളി നടത്തുകയാണ് മാനസ ഇതേ സമയം മനസ്സിൽ. അതിനുശേഷം ബലരാമൻ ബാലഗോപാലിനെ ചെന്ന് കാണുകയാണ്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്നും അമ്മയോട് എന്നെ വെറുതെ വിടണമെന്ന് പറയാനും പറയുമ്പോൾ ഞാൻ ഗുണത്തിനോ ദോഷത്തിനോ ഒന്നും വരുന്നില്ലല്ലോ, ഞാൻ എന്റെ പാട് നോക്കിയാൽ കഴിഞ്ഞോളാം. അതുകൊണ്ട് ദയവായി എന്നെ എന്റെ വീട്ടുകാരെ ഉപദ്രവിക്കരുതെന്ന് അച്ഛൻ അമ്മയോട് പറയണമെന്ന് അപേക്ഷിക്കുമ്പോൾ അത് നിനക്ക് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കുകയാണ് തിരിച്ച് ബാലഗോപാലൻ. തുടർന്ന് ബലരാമൻ പറയും, ഇത് അമ്മയോട്
അമ്മയോട് മാത്രമല്ല അച്ഛനോട് കൂടിയുള്ള എൻ്റെ അപേക്ഷയാണ്. എല്ലാം കഴിഞ്ഞു എന്ന് കരുതി സമാധാനിച്ചിരുന്നതാണ് ഞാൻ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഈ രീതിയിലായി. സഹിക്കാവുന്നതിന്റെ അപ്പുറം ഞാൻ സഹിച്ചു. എന്നോട് ഇനിയെങ്കിലും ദയവ് കാണിക്കാൻ പറയണം. ഇതൊക്കെ കേട്ട് ബാലു ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നിനക്ക് എന്ന് മുതലാടാ നേർക്ക് നേരെ നിന്നിങ്ങനെ സംസാരിക്കാൻ ധൈര്യം കിട്ടിയത്? അത് എന്ന് മുതലാണെന്ന് ഞാൻ പറയണോ? ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടപ്പോൾ എനിക്ക് സമാധാനമായിട്ട് ജീവിച്ചേ പറ്റൂ. ഞാൻ മാത്രമല്ല എന്റെ കുടുംബവും സന്തോഷമായിരിക്കണം. ആ സന്തോഷം കെടുത്താൻ വന്ന ഇങ്ങനെ സുമിത്രയാണെന്നോ ബാലഗോപാലാണെന്നോ ഞാൻ നോക്കില്ല, തീർത്ത് കളയുമെന്നൊക്കെ ബാലുവിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ബലരാമൻ. എന്നിട്ട് പറയുകയാണ്, കുറെ നാള് നിങ്ങളെ അച്ചായെന്നും അമ്മായെന്നും സങ്കല്പിച്ചവരാണല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് വിനയവും ബഹുമാനവും വിടാത്തത്. എന്നിട്ടിപ്പോ ചവിട്ടി തേക്കുകയാണല്ലേ? തീർത്ത് കളയും ഞാൻ. ബലരാമന്റെ യഥാർത്ഥ മുഖം അറിയാലോ. ചോര കണ്ടാൽ എനിക്ക് പേടി തോന്നില്ല. അതുകൊണ്ട് പറഞ്ഞേക്ക് അമ്മയോട്, ഈ കളിക്കുന്നത് തീക്കളിയാണെന്ന്. ആശുപത്രിയിൽ കിടക്കുന്നതായിട്ട് നാടകം, അറ്റാക്ക് വന്നതുപോലെ അഭിനയം, ഇങ്ങനെയുള്ള വേഷം കെട്ടുമായിട്ട് വന്ന അത് അവസാനത്തെ വരവായിരിക്കുമെന്നും കൂടെ ഭീഷണി സ്വരത്താൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ബലരാമൻ ബാലുവിനെ. എന്നോടുള്ള ദേഷ്യം ഭാഗ്യശ്രീയോട് തീർക്കാൻ ശ്രമിച്ചാലും ഇത് തന്നെയായിരിക്കും ഫലമെന്ന് ബലരാമൻ അന്ത്യശാസനം കൊടുക്കുന്നുണ്ട് ബാലുവിന്. ഇനി നമ്മൾ നേരെ കാണാൻ ഇടവരരുത് എന്നും കൂടെ പറഞ്ഞിട്ടാണ് ബലരാമന്റെ പോക്ക്. അതിനുശേഷം ഫംഗ്ഷൻ കഴിയുമ്പോൾ കൺമണിയോട് ഏത് രീതിയിൽ പ്രപ്പോസ് ചെയ്യണമെന്നൊക്കെ മായുമായിട്ട് ചേർന്ന് റിഹേഴ്സൽ നടത്തുകയാണ് കൃഷ്. പൂ കാണിച്ചിട്ട് വില്യു മാരി മീ എന്ന സ്റ്റൈലാണ് കൃഷ് സെലക്ട് ചെയ്തതെന്ന് അറിയുമ്പോൾ മായി കൃഷിനെ കളിയാക്കുന്നുണ്ട്. ഇതൊക്കെ 50 കൊല്ലം മുമ്പേ ഉള്ള സ്റ്റൈലാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കൃഷ് തന്റെ മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറയും, അതൊക്കെ നീ വെറുതെ പറയുന്നതാ. എടാ, ഫംഗ്ഷൻ കഴിയുമ്പോൾ കൺമണി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രപ്പോസ് ചെയ്യണം. അത്രേ ഉള്ളൂ. എനിക്ക് പ്രപ്പോസ് ചെയ്യുന്നത് അവൾക്കൊരു ത്രില്ലായിരിക്കും. ഈ സിനിമയിലൊക്കെ കാണുന്നത് ജീവിതത്തിൽ വരുമ്പോൾ അതൊക്കെ ഒരു രസമല്ലേ? അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് മായി. ശരിയാ, രസവും സാമ്പാറും ഒക്കെ ആയിരിക്കാം. പക്ഷെ നീ അലികയിലെ കാര്യങ്ങളൊക്കെ കൈവിട്ടോ. ഈ കളിയും ത്രില്ലും പ്രപ്പോസ് ചെയ്യലും ഒക്കെ താലി കെട്ടി കഴിയുന്നതോടെ അങ്ങ് നിൽക്കും. എന്നാൽ കൃഷ് അതിനെ എതിർത്തുകൊണ്ട്, അല്ലടാ, കല്യാണം കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രണയം ശരിക്കും തുടങ്ങാൻ പോവുകയാണ്. ഈ വ്യക്തിത്വം ഇല്ലാത്തവരും പ്രണയം എന്താണെന്ന് അറിയാത്തവരും പറയുന്നത് കേട്ടിട്ട് നീ ഞങ്ങളുടെ പ്രണയം അളക്കണ്ട. ഞങ്ങളുടെ പ്രേമം ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരിക്കും. ഈ ഒരു സമയത്താണ് കൃഷുമായും സംസാരിക്കുന്നതെല്ലാം ഒളിഞ്ഞെന്ന് കാണുന്ന വരുണിനെ കാണിക്കുന്നത്. ഏതായാലും കൃഷിന്റെ ഡയലോഗൊക്കെ കേട്ടിട്ടും മായിക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല. കയ്യിൽ കിട്ടാതിരിക്കുമ്പോഴുള്ള ആവേശമാണ് ഇതൊക്കെ. സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ പ്ലേറ്റ് നേരെ അങ്ങ് തിരിയും. പ്രേമിച്ച് നടക്കുമ്പോൾ മാലാഖയെന്ന് വിളിക്കും, കല്യാണം കഴിഞ്ഞാലോ മാലാഖയെന്ന് വിളിച്ചത് എടി രാക്ഷസി എന്നാവും. പിന്നെ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാന്ന് പറയും. കല്യാണം കഴിഞ്ഞ അവളുടെ പൊന്നിലായിരിക്കും നോട്ടം. സംസാരമാണെങ്കിലോ മുത്തു പൊഴിയുന്ന പോലെയാണെന്ന് കല്യാണത്തിന് മുമ്പ് പറയും. കല്യാണം കഴിഞ്ഞാലോ ആ വായൊന്ന് അടച്ചു വെക്കാമോ എന്നായിരിക്കും പറയുക. ഇങ്ങനെയുള്ള കുറെ എക്സാമ്പിൾസ് ഒക്കെ മൈ നിരത്തുമ്പോഴും മൈയോട് നിർത്താൻ പറയുന്നുണ്ട് കേട്ടോ കൃഷ്. എന്താ നിനക്ക് പൊള്ളിയോ ചോദിക്കുമ്പോ, ഓ പിന്നെ ഇത് കേട്ട് പൊള്ളണമെങ്കിലേ കൃഷ് സാഗർ വേറെ ജനിക്കണം. പിന്നെ നീ കേട്ടോ, കൃഷ് സാഗറിന് കൺമണിയെ മാലാഖ ഇപ്പൊ മാത്രമല്ല എപ്പോഴും കൺമണി തന്നെ. വാരിക്കോരി സ്നേഹം കാണിക്കലോ നടത്തി കൊടുക്കാൻ പറ്റാത്ത വാക്കുകളോ ഒന്നുമില്ല. അവൾ എന്റെ കൺമണിയെ, ഞാൻ അവളുടെ കൃഷ് സാഗറും. അത്രയേ ഉള്ളൂ. ഇതൊക്കെ അസൂയയുടെയും ദേഷ്യത്തോടെ കേട്ട് നിൽക്കുകയാണ് വരുണും. കൃഷിന്റെ വാക്കുകളെല്ലാം കേട്ടപ്പോൾ മഹിക്കൊരു സംശയം തോന്നുകയാണ്, തർക്കവും വഴക്കും ഒന്നും ഉണ്ടാവില്ലേന്ന്. അപ്പൊ കൃഷ് അതിനും മറുപടി കൊടുക്കുകയാണ്, വഴക്കും സ്നേഹവും തമ്മിൽ നീ എന്തിനാ കണക്ട് ചെയ്യുന്നേ? വഴക്ക് വേറെ, സ്നേഹം വേറെ. ഏതൊരു വഴക്കിനും ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള സുഖം. ദേഷ്യത്തോടെ പിണങ്ങിയിരുന്ന് പിന്നെ ഇണങ്ങുമ്പോഴേ ഡബിൾ സ്നേഹമായിരിക്കും. ഞങ്ങളുടെ പ്രണയം പ്രണയിക്കുന്നവർക്ക് ഒരു പാഠപുസ്തകമായിരിക്കും. ഇതൊക്കെ കേട്ട അസൂയ മൂത്ത് വരുണാണെങ്കിൽ മനസ്സിൽ പറയുകയാണ്, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇന്നുകൂടെയുള്ളൂ, നാളത്തെയും കൊണ്ട് എല്ലാം അവസാനിക്കും. കാരണം നാളെ മുതൽ നീ ജയിലിലാണല്ലോ എന്ന്. പിന്നീട് കൺമണി അമ്മായിമാർക്കും ഗോകുലിനും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ഞായറാഴ്ച എന്തെങ്കിലും ഒരു കുഴപ്പം മനസ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് പൊളിച്ചെടുക്കുമെന്ന്. ഇവിടെ അച്ഛനും ഏട്ടനും ഒന്നും അറിയണ്ട. അവിടെ കൃഷ് സാറിന്റെ വീട്ടിലാണെങ്കിലും ആരോടും ഒന്നും പറയാൻ പോകണ്ട. അവർക്ക് പിന്നെ ടെൻഷനാവും, ചടങ്ങിനെയും ബാധിക്കും. അതെല്ലാം തലകുലുക്കി സമ്മതിക്കുന്നുണ്ട് അമ്മായിമാരും ഗോകുലും. തുടർന്ന് കൺമണി പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ ചെന്ന് ഇറങ്ങുന്നത് മുതൽ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നീക്കണം. ഞാനും ശാന്തേടത്തിയും അവിടുത്തെ ഓരോ മുക്കുമൂലയും മണപ്പിച്ച് നടന്നോളാമെന്ന് നിൽക്കുന്നുണ്ട് സുലോചന. ഗോകുലിന് കൺമണി കൊടുക്കുന്ന ദൗത്യം, നീ അവിടെ വരുന്ന ഓരോരുത്തരെയും കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും മാനസ എന്തൊക്കെ ചെയ്യുന്നു എന്ന്, അവൾ ആർക്കെങ്കിലും ഫോൺ ചെയ്യുന്നു എന്നൊക്കെ. അതൊക്കെ ഞാൻ ഏറ്റുമെന്ന് പറയുന്നുണ്ട് ഗോകുല്. മാനസയും വരുണും അനിരുദ്ധം ഒത്തുകൂടിയത് എന്തോ പ്ലാൻ ചെയ്യാൻ തന്നെയാണെന്നുള്ള വിശ്വാസത്തിൽ കൺമണി ഉറച്ചു നിൽക്കുമ്പോൾ അവരുടെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല. അവരുടെ ഏത് പ്ലാനും നമ്മൾ പിടിച്ച് പപ്പടമാക്കുമെന്നാണ് സുലോചന ധൈര്യത്തോടെ പറയുന്നത്. കൺമണിക്കും അത് കേട്ടിട്ട് സന്തോഷമാവുന്നു. ഉറപ്പല്ലേ എന്ന് ചോദിച്ച് കൈ നീട്ടുമ്പോൾ ഉറപ്പെന്ന് പറഞ്ഞ് അവരും കൈ കൊടുക്കുകയാണ് കൺമണിക്ക്.